എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ നമുക്കൊരു ടൈം ലിമിറ്റുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിക്കൊടുക്കണം. ശരിയാണ്, നമ്മൾ എത്രയൊക്കെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാലും എത്രയൊക്കെ ആഗ്രഹിച്ചാലും ചില മനുഷ്യരുടെ ജീവിതത്തിൽ നമുക്ക് അനുവദിക്കപ്പെട്ടൊരു സമയമുണ്ട്. അത് ചില മാസങ്ങളാവാം, ചില ദിവസങ്ങളാവാം, ചില വർഷങ്ങളാവാം. പക്ഷേ ആ നിശ്ചിത സമയം അവസാനിക്കുന്നൊരു ഘട്ടമുണ്ട്. അവിടെ നിർബന്ധിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് നമ്മളെയും അവരെയും ഒരുപോലെ ബാധിക്കും. സ്നേഹമെന്നത് ഒരാളെ സ്വന്തമാക്കുക എന്നത് മാത്രമല്ല, നമ്മുടെ സാന്നിധ്യം അവർക്ക് സന്തോഷത്തെക്കാൾ ഉപരി ഭാരമാകുന്നു എന്ന് തോന്നുമ്പോൾ മൗനമായി അവിടെ നിന്ന് പടിയിറങ്ങുക എന്നതുകൂടിയാണ്. പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ ആ പഴയ നല്ല ഓർമ്മകളെ മാത്രം കൂട്ടുപിടിച്ച് ഇറങ്ങിക്കൊടുക്കുക. നമ്മൾ പോയാലും അവർ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നിടത്താണ് ഒരു മനുഷ്യൻ തൻ്റെ സ്നേഹത്തിൽ പൂർണ്ണനാവുന്നത്. നിങ്ങളൊരു കാര്യം ഓർക്കുക, നിങ്ങൾ ഒരാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെ ഒരാൾ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരവസാനമൊന്നുമല്ല, അത് മറ്റൊന്നിൻ്റെ തുടക്കമാണ്. ഒരാളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പടിയിറങ്ങുന്നത് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് സ്നേഹമായി മാറാനോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെ കൂടുതൽ തിരിച്ചറിയാനോ ഉള്ള ഒരു യാത്രയുടെ തുടക്കം മാത്രമാണ്. നമ്മൾ മനുഷ്യർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തെറാപ്പിയാണ് മറ്റൊരാളോട് സംസാരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ആളുകളെ ചേർത്ത് പിടിക്കുക, അവരോട് സംസാരിക്കുക. നിങ്ങളുടെ ഏറ്റവും മോശം സമയത്ത് നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ്, നിങ്ങളെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ.